അവിടെ എന്താ ചെയ്യുന്നത്? അശ്ശേ ജേ എന്തായി കണ്ണേ? ശിവ ശിവ താണ്ട വരുന്നു. മിസ്സിലാവില്ലെത്തി. ഡ്രീംസ് ടു ബി ലൈക്ക് us. ഞാൻ അവളെ പോലെ ആവാൻ സ്വപ്നം കാണുന്നതാണ് പറയുന്നത്. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഞാൻ ഇത്രേ ഉള്ളൂ അല്ല. എൻ്റെ അവിടെ കയറി യു ആർ സ്ട്രോങ്. ഓഫ് കോഴ്സ് ഐ ആം. ബെഞ്ചിൽ വെച്ചിട്ട് നമ്മളാണ് സ്ട്രോങ് എന്നാണ് പറയുന്നത്. ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാർ ക്രൈ പ്രൈമൽ. നമ്മുടെ അവസാനത്തെ വീഡിയോ ഫാർ ക്രൈ പ്രൈമലിൻ്റെ വീഡിയോ ആയിരുന്നു. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ പരമാവധി ആ വീഡിയോ കണ്ടിട്ട് വരിക. ബിക്കോസ് ഈ വീഡിയോ ആ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിരിക്കും. അപ്പം ലെറ്റ്സ് ഗോ. ഒരു യാക്ക് നിൽപ്പുണ്ട് ഹോട്ടലിലേക്ക് ഇട്ടെ വിഷയം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദ ടേക്കൺ വെഞ്ച, അതായത് നമ്മുടെ ആൾക്കാർ ഇസ്ലിലെ ആൾക്കാർ നമ്മുടെ വെഞ്ച ഹണ്ടേഴ്സിനെല്ലാം കൂടെ ഇത് ആരുടെ അവസ്ഥ പോകുന്നത്. നമ്മുടെ വെഞ്ച ഹണ്ടേഴ്സിനൊക്കെ അറ്റാക്ക് ചെയ്ത് കത്തിച്ച് ആകെ ഒരുത്തം മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അവന് തീ പിടിച്ച് രക്ഷപ്പെട്ടത്. ട്രാക്ക് ദ ക്യാപ്ചർ വെഞ്ച ഹോൾഡ് അറസ്റ്റ് യൂസ് ഹണ്ടർ വിഷൻ. ഓക്കെ, ഇതുണ്ടില്ലേ മൊത്തത്തിൽ പുകയും തീയും. അതായത് ഈ ഇതിൻ്റെ വില്ലത്തി എന്ന് പറയുന്നത് എന്തോ ബട്ടാരി അങ്ങനെ കൊണ്ടാണ് ഇതിൻ്റെ വില്ലത്തി. അവളെന്തോ ഫയർ സൺവോക്കേഴ്സാണ് ഇവർ. അതെ മനസ്സിലായ തീയുടെ ആൾക്കാരാണ് മൊത്തത്തിൽ. തീയുമായിട്ടാണ് കളി. അപ്പോൾ ഇത് കണ്ടില്ലേ അപ്പുറത്ത് കിടക്കുന്ന ഒരുത്തൻ കത്തിച്ച് വെച്ചേക്കുന്നുണ്ടോ? അതിലൂടെ തോലൊക്കെ കത്തി തീർന്നു. ഫയർ വർക്കേഴ്സ്. അപ്പോൾ നമ്മുടെ ആൾക്കാരവിടെ കുടിയും കിടക്കുക. ഈ സൺ വർക്കേഴ്സ് പിടിച്ചു വെച്ചേക്കുക. അതൊക്കെ സംഭവം നമ്മൾ രക്ഷിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ സാബട്ട് സൈഡിൽ കൂടെ വന്നത് പണിയെടുക്കുന്നുണ്ട് ചെറുക്കൻ. ഇതെന്താ സംഭവം? 3-4 കാട്ടുപോത്ത്. ഇതെന്താ? എനിക്കൊന്ന് വെള്ള ഇവരെ ലീഡർ ആയിരിക്കും കേട്ടോ. ആ വെള്ളേനെ കൊന്നപ്പോൾ പ്രതികാരം ചെയ്യാൻ വന്നേ തോന്നുന്നു. ശരിയാണ്ട് കൊല്ലുന്നില്ല. എല്ലാവരും 3 ഞാൻ പിടിച്ച് പോത്തൽഫാമാക്കിയാണ്. ഇവിടെ ഒരുത്തിനെ കത്തിച്ചിട്ടുണ്ട്. ഒന്നുകിൽ കളക്ട് ചെയ്ത് പോയാൽ സാധനം ആവശ്യം വരുമ്പോൾ അത് കളക്ട് ചെയ്യാനായിട്ട് വേറെ പോക്ക് കൊണ്ടോ. ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ബട്ടൺ ഇല്ല. ഇനി ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെ തന്നെ ഇവിടെ. ഇത് വലുതായിട്ട് സമയം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അടുത്തായിട്ട് കത്തിച്ചതാ. ഫൈറ്റ് ബാക്ക് ഓൾമോസ്റ്റ് എസ്കേപ്പ്. ഇതിനടുത്ത് എവിടെയായിട്ടാണ് അവരുടെ താവളം വരുന്നത്. ഇങ്ങോട്ടാണ് ലൈറ്റ് കാണിക്കുന്നത്. ദിസ് ബീസ്റ്റ് കാനോട്ട് ഫോളോ യു ഹിയർ. ഓക്കെ, ബീസ്റ്റിന് നമ്മളിവിടെ വരാൻ പറ്റത്തില്ല എന്ന്. എടാ സ്ഥലങ്ങൾ കണ്ട. അവിടുന്ന് ഇങ്ങനൊരു സ്ഥലമുള്ളത് നമുക്ക് പുറത്തറിയാൻ പറ്റത്തില്ല. ആ ഒരു വഴി കൂടെ കയറി നോക്കുമ്പോൾ ഇവിടെ ഒരു വേറെ ലോകം തന്നെയുണ്ട്. അടിപൊളി അടിപൊളി. നൈസ്. ഇതുവഴി കയറാൻ പറ്റുമോ? ഇല്ല, അത് വേറെ മാർക്കെന്നേക്കുന്നത്. മോസ്റ്റ് ബൈ റോക്സ് ലൊക്കേഷൻ ഡിസ്കവേർഡ്. അതാ ഓരോരോ സ്ഥലത്തോട്ട് പോകുമ്പോൾ അതിൻ്റെതായ ലൊക്കേഷൻസ് ഡിസ്കവർ ആയിട്ട് വരും. നമുക്ക് എത്താനുള്ള സ്ഥലം പോയി ഇവിടെ എവിടെയാണ് അതൊരു മണ്ടര ആൾക്കാരുണ്ട്. അതിൽ കൂടെ പോവാം. ഇനി അവന്മാരെ കണ്ടു കഴിഞ്ഞ് പ്രശ്നമുണ്ട. മണ്ടലൊന്നും സംഭവിക്കുന്നുണ്ട് കേട്ടോ. 4-5 പേരുണ്ട്. ഒച്ചയും വിളിയൊക്കെ കേൾക്കുന്നു. കുറച്ച് അങ്ങോട്ട് നീന്തിപ്പോയിട്ട് കാണാം. ഏടാ 2 ഇസിലകളുണ്ട്, ഒരു ഉദമുണ്ട്, ബാക്കിലൊരു വിഞ്ചുണ്ട്. ഒച്ചത്തിൽ കരയാൻ. അവിടെ എന്താ ചെയ്യുന്നത്? അശ്ശേ ജേ എന്തായി കണ്ണേ? ശിവ ശിവ. അങ്ങോട്ട് പോയി നോക്കട്ടെ. ഇവിടെ നമുക്ക് സൂര്യൻ ഉണ്ടാവും. ഇച്ചിരി കൂടെ വ്യൂവിൽ കാണാൻ പറ്റും. ഐ മീൻ വിത്ത് ബെറ്റർ ലൈറ്റ്. ഇല്ല, അവൻ്റെ കഴുത്തിനൊക്കെ ജില്ലട മരിച്ചവൻ. ഇച്ചിരി വെളിച്ചം കിട്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നു. അപ്പോഴേക്ക് രാത്രിയായോ? മേ ബി ഈ മിഷൻ രാത്രി കളിക്കേണ്ട മിഷനായിരിക്കും. അതുണ്ടാവും. അതായത് വെഞ്ചകൾ കുറച്ച് സ്മാർട്ടാണെന്നാട്ടാ പറയുന്നത്. മിസിലുകൾ ആക്ച്വലി തീയാ. കുറച്ചുകൂടി സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഉദ്ധംസിനെ കണക്ക് വെറും പൊട്ടന്മാരല്ല. ഇച്ചിരി കൂടെ ബോധം ദൂരം. എടാ ഇതൊന്നും പിള്ളേര് കണ്ടുകൂടാ. കണ്ണടച്ചോ. അവൻ്റെ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് കയറി പിടിക്കുകയാണ്. ഇത് ഏത് ഗെയിമേ ഇത്? അവളാണ് ഇതിൻ്റെ ലീഡറെന്ന് തോന്നുന്നു കേട്ടോ. ഇവളെ തന്നെ ആയിരിക്കും. അപ്പോൾ ബട്ടായിരിക്കും. അവനെ കൊണ്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്. ഷീ ഹാസ് പവർ, മസ്റ്റ് ബി ലീഡർ ഓഫ് ദ സൺ വോക്കേഴ്സ്. ഓക്കെ, സൺ വോക്കേഴ്സിൻ്റെ ലീഡർ അവളായിരിക്കും എന്നാണ് പറയുന്നത്. ഈ 6 ആണെങ്കിൽ നമുക്കിതാ ഈ രോമം പോയാണൊക്കെ ഉള്ളൂ. ഏതാണോ കയറിയിരുന്നെങ്കിൽ ഇപ്പം അടിച്ച് കൊന്നനെ. ഈ മിഷൻ ഞാനിവിടെ ഇപ്പോൾ തീർക്കും. വാവ്, അണ്ടർ വാട്ടർ ഗുഹ. നൈസ്. ലൈക്ക് ഇറ്റ്. പിന്നെയും ലൈക്ക് ഇറ്റ്. ഇപ്പം ശ്വാസം മുട്ടുമല്ലോ. വേഗം നീന്തി അങ്ങോട്ട് ചെല്ലുന്നത്. എത്ര ദൂരം ഉണ്ടെന്ന് അറിയാൻ പോയല്ലോ. ഒന്നും നോക്കാതെ ഗുഹ ഉണ്ടാവും ചേട്ടില്ല. എത്തി ഞാൻ നീന്തി ചെല്ലങ്ങോട്ട്. ഇവിടെ സ്ഥലവും ആ ഒരു ഗ്രാഫിക്സ് ഒക്കെ കണ്ട. ഇത് അവരുടെ താവളമാണ്. താഴെ കൂടിയൊക്കെ ഒളിച്ചും പാത്തൊക്കെ വന്ന് നിൽക്കുക ഞാനിവിടെ. ഇവിടെ ആടില്ല. നോക്കാം.
ട്രാക്ക് ദ ക്യാപ്ചേർഡ് വെഞ്ച. ഓക്കെ, ഇനി ഇതിലൂടെ നിന്ന് നമ്മുടെ പോവാ. ഇതുവഴി മേലെ കയറാം. മേലെ പോയിട്ട് നമ്മുടെ വെഞ്ചേഴ്സ് അവിടെ ഉണ്ട്, അവരെ കണ്ടുപിടിക്കണം. ചുമ്മാ ഡിഫിക്കൽട്ടി മിഷൻസ് ഇതാ. ഇത് കളിച്ചിട്ട് എൻ്റെ കൈയൊക്കെ 10-20 കൊല്ലാൻ തന്നാലൊരു സുഖമുള്ളൂ. അവിടെ ഒരു പൊട്ടം നിൽപ്പുണ്ട്, താഴെ ആരുമില്ല. ഇവനെ നമുക്ക് പതുക്കെ ഇവിടുന്ന് ഒരു അമ്പിട്ടങ്ങ് എടുക്കാം. അങ്ങോട്ട് നോക്കി നിൽക്കുകയല്ലേ. ഹലോ മൊത്തത്തിലെ ഹെൽമെറ്റ് ഒന്നുമില്ല. കറക്റ്റ് തലക്ക് ഒരെണ്ണം കൊടുത്താൽ പോട്ടെ, കഴിയും. മാത്രമേ ഉള്ളൂ. സോ സിമ്പിൾ. ഇനി ഇത് അങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെ ആരെങ്കിലും ഉണ്ടാവോ? അവിടെ ഉള്ളവനെ കൊന്ന് പോട്ടെ. വലതുവശത്ത് ആരും ഉണ്ട് കേട്ടോ. ആ കുഴി ഉണ്ടോ അവിടെ? ഇതിനകത്താണ് തീ കത്തിച്ചിട്ട് ആൾക്കാരായിട്ട് കൊല്ലുന്നുണ്ടോ. ഒരു ആനയെ കൊല്ലാനുള്ള കുഴിയുണ്ട്. അവിടെ ഒരു പൊട്ടം നിൽപ്പുണ്ട്. ഇനി ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റും നോക്കാം. കൊണ്ടടാ, പക്ഷെ തലയ്ക്കൊണ്ടില്ല. ഓ കണ്ട് എല്ലാവരും കണ്ട്. പടി അവിടെ മൊത്തം കൂട്ടടി. ഇല്ല കണ്ടു പോവാ. സർപ്രൈസ്! ഒരുത്തിനെ ടെക്നോളജി ചെയ്ത്. നെക്സ്റ്റ് ഇവിടെ ചാടിക്കോ. ഇവിടെ കുന്തം കൊണ്ട് നടന്നപ്പോഴാ എറിയാനറിയണം. എന്നെ കണ്ട് പഠിക്കും. ഇവിടെ ഒരുത്തിനും കൂടെ നിൽക്കുന്നുണ്ട്. ഇവനെയൊക്കെ കൊല്ലണം. കാരണം ഇവന്മാരെടുത്ത് മറ്റേ കണ്ട കറക്കുന്ന സാധനം കണ്ട സ്ലിംഗ് ഷോട്ടാ. അത് ദൂരെ വന്നിട്ടെല്ലാം കറക്കിയും എറിഞ്ഞാൽ മതി. സ്ലിംഗ് ഷോട്ട് ഉണ്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലൈഫ് കുറയും. ഇച്ചിരി ഡേഞ്ചറസ് ആണ്. അവന്മാർ ആദ്യമേ കൊല്ലണം. ആരും ഇല്ലേ? കഴിഞ്ഞാൽ കുറേ പേർ ഉണ്ടായിരുന്നല്ലോ. ആരും കാണുന്നില്ലല്ലോ. സൈഡിൽ കൂടെ വന്ന് ബാക്കിൽ നിന്ന് വെടിവെക്കുന്നടാ. അത് തീ വെച്ചിട്ട് കൊല്ലവനാ. അവൻ്റെ കാര്യം സാബിട്ടത്ത് ചോദിക്കോളും. അവൻ നല്ല പവറുണ്ട് കേട്ടോ. ഒരു അടിച്ച് സാബിട്ടത്തിൻ്റെ ലൈഫ് പോയിട്ട് വീലി ഏട്ടാവുന്നുണ്ട്. അവിടെ ഞാൻ എടുക്കാം. ബൈ ഓട്ടെ. കൊണ്ടുണ്ടായി. ഇവിടെയൊക്കെ ഗുഹ ഉണ്ട് കേട്ടോ. നോക്കി, നൈസ്. എന്തൊക്കെ ചെയ്യാനുണ്ട്. ചെറിയ സ്ഥലമല്ല, വലിയ ക്യാമ്പാ. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു സ്പീയറിൻ്റെ അടിയും കൊണ്ട് സാബിട്ടത്തിനെ കൊണ്ടു 6 ക്ലബിൻ്റെ അടി കൊണ്ടിട്ട് അവൻ ചത്തത്. ആണ് ഷീൽഡുള്ളത്. ചിന്തം കൊണ്ടെന്താ കളി കണ്ടുപിടിക്കുന്നത് അവിടെ. അച്ചാവ് സാബിട്ടത്തിനെ കൊല്ലാൻ വേണ്ടി മാത്രം സ്ട്രെങ്ത് ഉള്ള ഒരുത്തനെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഗെയിമിൽ എന്താ പറയുക, ഡിഫിക്കൽട്ടി കൂടി വരുന്നു. ഇവര് നമ്മുടെ വെഞ്ച ഹണ്ടേഴ്സിനെ ഫ്രീ ചെയ്യാനാണ് പറയുന്നത്. അത് എവിടെ പോയി ഫ്രീ ചെയ്യുന്നതെന്ന് അറിയാൻ പോയി തപ്പി നടക്കുക ഞാനിങ്ങനെ. ഓക്കെ, ഇവിടെ കാൽപ്പാടം കാണുന്നുണ്ട് കേട്ടോ. അവിടെ നേരെ ഇങ്ങോട്ട് വന്ന കാൽപ്പാടം നോക്കാം. ലെറ്റ്സ് ഗോ. കല്ല് തല്ലി പൊളിക്കണം. പൊളിക്കാൻ പറ്റുമായിരിക്കും. അയ്യോ നൈസ്. യെസ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതാ ഫ്രീ ദ വെഞ്ചർ ക്യാപ്റ്റീവ്സ് ദേ വിൽ ജോയിൻ ദ ഫൈറ്റ്. ഓക്കെ, ഇവരെ രക്ഷിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ ഫൈറ്റിന് ജോയിൻ ചെയ്യുന്ന പറയുന്നത്. ബേൺ ദ ഇസ്ല ക്യാമ്പ്. നൈസ്. അതായത് ഇവരെയും കൂട്ടി നമ്മളിനി ക്യാമ്പ് കത്തിക്കണം. അതാണ് നമ്മുടെ മിഷൻ. ആദ്യം പറയണ്ടേ, കത്തിക്കാനായിട്ട് എൻ്റെ അടുത്ത് തിരിഞ്ഞ സാധനങ്ങളുണ്ട്. ഫസ്റ്റ് ഇവിടെ തന്നെ തുടങ്ങാൻ ശരിയായിട്ട്. അത് അവന്മാരെ ക്യാമ്പിൽ അത് ഞാൻ അങ്ങോട്ടേക്ക് കത്തിക്കാൻ പോകും. മേടിച്ചോ. നെക്സ്റ്റ് ഇത് കത്തിക്കാം. അവനെ നിന്ന് പറ്റ തീയുടെ ആൾക്കാരല്ലേ അവന്മാരെ തീയിട്ട് തന്നെ വല്ല നോക്കിക്കൊണ്ടിരിക്കടാ. കത്തിക്കടാ. അവന്മാരെ കമ്പി പിടിച്ച് വെറുതെ കിടക്കുവാണല്ലോ. അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. കൊടുക്കാം. ഇവിടുന്ന് ആൾക്കാരില്ല കേട്ടോ. അവന്മാരൊക്കെ ഞാൻ ആദ്യമേ കൊന്നില്ലായിരുന്നു. നല്ലൊരു ഫൈറ്റ് കിടന്നേനെ ഇവിടെ. അടിച്ചോ. നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതാ താഴെ ഇസിലുകൾ വന്നിട്ടുണ്ട്. അവന്മാരെ തീയിട്ട് തന്നെ അല്ല, അവന്മാരാണ് ആൾക്കാരെ കത്തിക്കുന്നത്. അവന്മാർ അതിൻ്റെ വേദന നീയും അറിയണം. നിന്ന് കത്തുന്നുണ്ടാ. അവിടെ പോയി അതും കൂടെ തീരട്ടെ. ഓക്കെ, താഴെ എടുത്തിട്ട് ഇവനോടെ കത്തിക്കാം. ഉടല്ലേ നിൽക്ക് അനങ്ങരുത്. അവിടെ നിൽക്കട അടിച്ചോ. അതാണ് ബട്ടാരി. ബട്ടാരി ഇത്ര ചെയ്താവില്ല. താഴെ പോയി നോക്കാം. ഈ ബട്ടാരി ഒന്നുമില്ല, അതിനൊക്കെ വേറെ ആരെ കൊന്ന് ലീവ് ദ ക്യാമ്പ്. ഓക്കെ, ഇനി നമ്മൾ ഈ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടണം. ഇവിടെ ആരും ഇല്ല. ആര് വന്നാലും നമ്മൾ കൊല്ലും. പോകുന്ന വഴിക്ക് ഓരോന്ന് കത്തിച്ചെത്തിച്ച് പോയാൽ മതി. ക്യാമ്പൊക്കെ കത്തിക്കഴിഞ്ഞു. അവിടെ കുറച്ച് മുമ്പ് നോക്കിയിരുന്ന കാണായിരുന്നു. മണ്ടയിൽ ഇങ്ങനെ ഒരു മഞ്ഞ കളർ സാധനം കത്തി ഇന്ന് നിറഞ്ഞ് ഫില്ലായി വരുന്നുണ്ട് നമ്മൾ കത്തിക്കുന്നതനുസരിച്ച്. ഇവിടെ ഇങ്ങോട്ടൊരു തീയിട്ട് നോക്കാം. നടന്നില്ലടാ. സാപ്പിട്ടത്ത് മുന്നേ ഓടി പോണാണ്ടാ. മറ്റേ കൂടെ നടക്കുന്നവനാ. രക്ഷപ്പെടാൻ പറഞ്ഞപ്പോൾ മുന്നേ ഓടി. ആരും ഉണ്ടല്ലോ ഇവിടെ. നൈസ്. മണ്ടേ കൂടെ നിർത്തി തലയ്ക്ക് നിൽക്കുന്ന ഒറ്റടി കറങ്ങി ഇങ്ങനെ വീണ് പിടിച്ച തന്നെ. കൊണ്ടെടുക്കാൻ പോയപ്പോഴേക്കും പിന്നെ അടി കിട്ടി. ഇസ്ലകൾ എന്നെ ക്യാപ്ചർ ചെയ്തു. കത്തിച്ചു കഴിഞ്ഞാൽ കളി ഇവിടെ കഴിഞ്ഞു. നമ്മൾ രക്ഷപ്പെടുത്തിയ ഒരു വിഞ്ചൻ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്.
ആ കുഴിയിലോട്ട് എടുത്തിട്ടല്ലേ? ഇത് മൊത്തം ഞാൻ കത്തിച്ചതല്ലേ? ഇല്ലടാ, പുക വരുന്നടാ, തീയിട്ടടാ. കുഴിക്കകത്തോട്ട് ആൾക്കാരെടുത്തിട്ട് തീയിടുക. എന്നെ കളയാൻ പോയപ്പം താണ്ട വരുന്നു. മിസ്സിലാവില്ലെത്തി. ഡ്രീംസ് ടു ബി ലൈക്ക് us. ഞാൻ അവളെ പോലെ ആവാൻ സ്വപ്നം കാണുന്നതാണ് പറയുന്നത്. അത് നീ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഞാൻ ഇത്രേ ഉള്ളൂ അല്ല. എൻ്റെ അവിടെ കയറി യു ആർ സ്ട്രോങ്. ഓഫ് കോഴ്സ് ഐ ആം. ബെഞ്ചിൽ വെച്ചിട്ട് നമ്മളാണ് സ്ട്രോങ് എന്നാണ് പറയുന്നത്. പ്രൗഡ് ഫീൽ. ഓറോസ് ഭരിക്കണം ലൈക്ക് ഇസീല. പണ്ട് കാലം ആയതുകൊണ്ട് അറിയാലോ, തുണിയൊന്നും കാണില്ല. ഐ വിൽ മേക്ക് യു ഗ്രേറ്റ്, യു വിൽ സെർവ് ഓൺലി മീ. യെസ്, ബൈ ദ ബൈ ഇവളാണ് ബട്ടാരി. ഇവളെ ഞാൻ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഗ്രേറ്റ് ആക്കാന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളുണ്ടോ വഴങ്ങുന്നു. ഐ വിൽ സെർവ് നോ വൺ. ദേഷ്യം. ബാക്കിൽ തീയൊക്കെ കത്തുന്നുണ്ടോ? ഫ്രെയിമൊക്കെ നൈസ് കേട്ടോ, അടിപൊളി. ലൈക്ക് ഇറ്റ്. ഓക്കെ, തീയിലോട്ട് തള്ളിയിട്ട് ബീസ്റ്റ് കാനോട്ട് ഫോളോ യു ഹിയർ. ഇവിടെ ബീസ്റ്റിന് വരാൻ പറ്റത്തില്ല. ഇത് എന്ത് പൊട്ടന്മാരടാ, തീ എത്തിക്കുന്ന കുഴിക്കത്താണ് കുളം കൊണ്ട് വെച്ചേക്കുന്നത്. മണ്ടന്മാർ ഒരു കല്ലിട്ട് അടച്ചു വെക്കണ്ടേ? എസ്കേപ്പ് ദ ഫ്ലെയിംസ്. അതിന് മുന്നേ ഇതിൻ്റെ മണ്ടൽ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഞാൻ ഇവിടെ ഇട്ടോമരെ ഞാൻ അതിനെ വെറുതെ ഇവിടെ ഉദ്ദേശിക്കില്ല. ആരെങ്കിലും എത്തി നോക്ക്. തീ ഇങ്ങനെ കത്തി വരുന്നുണ്ട്, അസ്ഥി കൂടെ കിടക്കുന്നുണ്ട് അവിടെ. നൈസ്. ഇവരെ മെയിൻ പരിപാടി കേട്ടോ ഇതിനകത്ത് ആൾക്കാരായിട്ട് കത്തിച്ച് കൊല്ലുന്നത്. പക്ഷെ പൊട്ടന്മാരെന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിയുള്ളവന്മാരെന്ന് ഞാൻ വിചാരിച്ചു. ഇതിപ്പോൾ ഏത് വഴിയാണ് പോകേണ്ടത്? അതായത് ആൾക്കാരെ കൊല്ലുന്ന കുഴിക്കകത്ത് കുളം. പൊട്ടന്മാർ ചിലപ്പോൾ ഈ കുഴിക്കകത്ത് ആഞ്ഞ് തീ പിടിക്കുമ്പോൾ അത് അണയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും വെള്ളമുള്ള കുളം കൊണ്ട് ചെയ്തത്. ബുദ്ധിയുള്ള എന്താ പറയാ. ക്യാമ്പ്. ഓക്കെ, ഇവിടുന്ന് എസ്കേപ്പ് ആവാനാ പറയുന്നത്. ബട്ടാരിയായിട്ട് ഫൈറ്റും കാര്യങ്ങളും കൊല്ലൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ വെഞ്ചുകളൊക്കെ രക്ഷപ്പെട്ടു. ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയാൽ മതി. വേറെ ഏതാ വഴി കൂടെ പോകേണ്ടത്? അതറിയാതെ ക്യാമ്പിൻ്റെ മണ്ടലോട്ട് തന്നെ കയറിയിട്ടുണ്ട് ഞാൻ. കുഴപ്പമില്ല, ഇവിടെ ഇപ്പോൾ ആരും അധികം ആൾക്കാർ കാണത്തില്ല. കൊന്നും ഇട്ടല്ല ഞാൻ. അതൊക്കെ നൈസായിട്ട് വീട്ടിൽ അതൊരു പെട്ടെന്നിട്ടുണ്ട്. ഇമാര് മൊട്ടത്തിലായിട്ട് ഹെഡ്ഷോട്ട് അടിച്ചാൽ വേഗം ചാവും. ഇതിപ്പോൾ നമുക്കിനകത്ത് നമ്മളെ അമ്പും സ്പിയറൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. സ്പിയർ നമ്മൾ ലെവൽ 2 ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അമ്പും കൂടെ ക്രാഫ്റ്റ് ചെയ്താൽ ബോഡി ഷോട്ട് ഉണ്ടായാലും ചത്തിട്ട് ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് ഹെഡ്ഷോട്ട് ഉള്ള കൊടുക്കാറ്. ആ ബാക്കിലാകത്തില്ല. യെസ്, ഈ കവാടം കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. നമ്മുടെ ക്യാമ്പ് സ്ഥലത്തേക്ക് കയറിയ കത്തിച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ. പിന്നെ പോട്ടേന്ന് വെക്കുക തൽക്കാലം. ടേക്കൺ നിഞ്ച മിഷൻ കംപ്ലീറ്റഡ്. യെസ്, അത്രേ ഉള്ളൂ. സിമ്പിൾ. ഓക്കെ, നമ്മൾ തിരിച്ച് ബാക്കിൽ നമ്മുടെ ക്യാമ്പിലോട്ട് വന്നിട്ടുണ്ട്. മരിച്ചവനെ ഇട്ട് അവൻ്റെ ബോഡി ഷവാടൊക്കെയുള്ള ഡാൻസ് എടുക്കാൻ ഇവിടെ. സൺവാക്കേഴ്സിൻ്റെ കുഞ്ചാനെ രക്ഷിച്ചു. അറ്റം മരിച്ചവൻ്റെ സ്പിരിറ്റ് നമ്മളോട് നന്ദി പറയുന്നു. ആ സൺവാക്കേഴ്സിൻ്റെ ലീഡറിനെ ഞാൻ കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോഴേ അവൻ്റെ എക്സ്പ്രഷൻ എനിക്ക് ബിൽഡപ്പ് തീ. സൺ ഡോട്ടർ വിത്ത് ഹാർട്ട് ഓഫ് ഫയർ. ഓഹോ, നമ്മൾ ഫയർ ഹാർട്ട്. അവളെ ഹാർട്ട് ഫയർ ആണെന്നാണ് പറയുന്നത്. ബട്ടാരി മിക്സ് വിഞ്ചർ ബിൽഡിംഗ് ടെമ്പിൾ ഇൻ മാർഷ് ലാൻഡ്സ്. ഓക്കെ, വിഞ്ചകൾ വെച്ചിട്ട് മാർഷ് ലാൻഡിൽ അവളെന്താ വീടുണ്ടാക്കുന്നുണ്ടോ? ഓക്കെ, ഐ ഫൈൻഡ് ബട്ടാരി വൺസ്. ഓക്കെ, ഒരു വട്ടം ഞാൻ അവളെ കണ്ടുപിടിച്ച്. ഇനി ഒരു വട്ടം കൂടെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. അവൾ തീയിൽ നിന്നാണ് ഉണ്ടായത്. She screams, flame burns him into ash. ഓക്കെ, എന്നെ കത്തിക്കാൻ നോക്കിയതാ. ഞാൻ കുളത്തിൽ കൂടെ ചേടി രക്ഷപ്പെട്ട്. ഇല്ലായിരുന്നു അവിടെ കിടന്നപ്പോൾ തീർന്നാനാ. ഗ്രോ സ്ട്രോങ്ങർ ബീസ്റ്റ് മാസ്റ്റർ, സൂൺ യു ഫേസ് ബട്ടാരി. യെസ്, അതായത് ഇനി വരുന്ന മിഷൻ ഉറപ്പായിട്ട് ബട്ടാരിയായിട്ടുള്ള ഫൈറ്റ് വരും. ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്ട്രോങ് ആയിട്ട് ഗ്രോ ചെയ്യാനാണ് പറയുന്നത്. ബട്ടാരിയെ അടിക്കാനുള്ള പവറിലോട്ട് എത്തിച്ചേരാനായിട്ട്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പോണമൊക്കെ ഒരു കുരുട്ട് വിൽറാടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബാക്കി മിഷനൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കളിക്കാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. സീ യു. ഒരു വെരി ഹാർഡ് മിഷൻ അൺലോക്ക് ആയിട്ടുണ്ട്.